ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രിഷ് ഹാർട്സ്. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമൊക്കെ ആവാറായില്ലേ, BEdൻ്റെ. അപ്പോൾ അതിൽ സൈക്കോളജിയിലെ പാർട്ടാണ്, ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് അല്ലേ, ലേണിംഗ് എ കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം തമ്പനെയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി അത് പറഞ്ഞ് നമ്മുടെ വീഡിയോ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലേണിംഗ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നോളജ് അക്വയർ ചെയ്യുക, അതിലൂടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ലൈഫിൻ്റെ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ്സ് അല്ലേ, അതാണ് ആക്ച്വലി ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് അക്വയർ നോളജ്, പിന്നെന്താണ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ that are necessary to meet the demands of life. നമ്മുടെ ലൈഫ് സുഗമമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോളജ് അക്വയർ ചെയ്യും, ആറ്റിറ്റ്യൂഡ്സും ഉണ്ടാക്കിയെടുക്കും, അതുപോലെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ഒരു പ്രോസസ്സിനെ അതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ലേണിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ശരിക്കും ഉണ്ടാക്കിയെടുക്കുന്ന, ശരിക്കും അതൊരു അറിവ് മാത്രമല്ല അല്ലേ. നമ്മൾ സ്കൂളിൽ പോയിട്ട് ബുക്കിലൂടെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ബുക്കിഷ് നോളജ് മാത്രമല്ല ഈ പഠനം അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്. അതൊരു ബ്രോഡ് കൺസെപ്റ്റാണ് അല്ലേ. നമ്മളതിലൂടെ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നമുക്കുള്ള വാല്യൂസ്, നമുക്ക് ചില നന്മകൾ വളർന്നു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ബുക്കിഷ് നോളജ് മാത്രമല്ല ലേണിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല സാഹചര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ ബിഹേവിയറിൽ വരുത്തുന്ന ചില ചേഞ്ചസ്, അതിനെയാണ് ആക്ച്വലി ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ബിഹേവിയറിൽ യാതൊരു ചേഞ്ചും വന്നില്ല വെച്ചാൽ നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ലേൺ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആണോ? ഇപ്പോൾ ഇതിൽ നമ്മുടെ സിലബസിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു കുട്ടി തീ കളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലാവില്ല അല്ലേ. കുട്ടി പോയിട്ടൊന്ന് തൊടണം അല്ലേ, അവർ തൊട്ടോട്ടെ, പോയിട്ട് വല്ലാണ്ട് പരിക്കേൽപ്പിക്കാതെ നമ്മൾ നോക്കുക, അത്രേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ തീയിൽ തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്കൊന്ന് തൊടണം. അത് നമുക്കായാലും അങ്ങനെ തന്നെ, തൊടണം. അപ്പോൾ അവർ പോയിട്ട് തൊടട്ടെ. തൊട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും തീയുമായി ബന്ധപ്പെട്ട സാധനങ്ങളും പൊള്ളും, പരിക്കേൽപ്പിക്കും. അപ്പോൾ അവർക്കതൊരു എക്സ്പീരിയൻസാണ്. എക്സ്പീരിയൻസിലൂടെ അവരെന്ത് പഠിക്കുന്നു? ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് പഠിക്കുന്നു അല്ലേ. ദാറ്റ് ഈസ് ലേണിംഗ്. ആണോ? ഇതാണ് ലേണിംഗ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ലേണിങ്ങിൻ്റെ ഡെഫിനീഷനാണ്. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഡെഫിനീഷനാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ഗേറ്റ്സിൻ്റെയും ഒന്ന് സ്കിന്നറിൻ്റെയാണ്. ഗേറ്റ്സിൻ്റെയും സ്കിന്നറിൻ്റെയും. ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ GATES. ഗേറ്റ്സ്. സ്കിന്നർ SKINNER. അപ്പോൾ ഗേറ്റ്സിൻ്റെ ഡെഫിനേഷൻ ഒന്ന് കേട്ടോളൂ. ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിലൂടെ നമ്മുടെ ബിഹേവിയറിൽ നടത്തുന്ന മോഡിഫിക്കേഷനാണ് ലേണിംഗ്. അബ്സല്യൂട്ട്ലി റൈറ്റ് അല്ലേ. യെസ്. അപ്പോൾ സ്കിന്നർ എന്താ പറയണത് നോക്കൂ. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. എന്താണ്? ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ലുക്കാണ് കൊടുക്കുന്നത്. ലേണിംഗ് എന്ന് പറയുന്ന സംഭവം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ, നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണോ അവിടെ അഡാപ്റ്റ് ചെയ്യാൻ ഉതകുന്ന ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മളെ ഈവൻ അന്റാർട്ടിക്കയിൽ കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നു എങ്കിൽ ദാറ്റ് ഈസ് ലേണിംഗ്. അതാണ് സ്കിന്നർ പറയുന്നത്. ഇനി സ്കിന്നറിൻ്റെയും
ഗേറ്റ്സിൻ്റെ അല്ല, പല പല ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ. ലേണിങ്ങിന് പല ഡെഫിനേഷൻസും ഉണ്ട്. അത് കൂടാതെ ലേണിങ്ങിന് നമുക്ക് പറയാവുന്ന കുറച്ച് ഫീച്ചേഴ്സ്, ഓക്കെ, അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ട് 5 ഫീച്ചേഴ്സാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ ചേഞ്ചിലൂടെയാണ് നമുക്ക് ലേണിംഗ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അതായത് അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ അവരെന്തോ പഠിച്ചിട്ടുണ്ട്, അവർക്ക് എന്തോ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലേണിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ വിസിബിൾ ആവാം, അല്ലെങ്കിൽ കൺസീൽഡ് ആവാം. ഓക്കെ, വിസിബിൾ ആവാം, നമുക്കത് നേരിട്ട് പ്രകടമാവാം. ഓക്കെ, നല്ല വികൃതി അടിച്ച് നടന്നിരുന്നൊരു കുട്ടി, ആ കുട്ടി പെട്ടെന്ന് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഓരോരുത്തരോടും അവരവർ അർഹിക്കുന്ന ബഹുമാനത്തോടെ സംസാരിച്ച് തുടങ്ങുന്നു. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്തോ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വിസിബിളാണ്. ചിലത് കൺസീൽഡ് ആയിരിക്കും, ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ചില ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ലേണിങ് സംഭവിക്കാം. മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ച് അത് പെർമനൻ്റ് ആയിരിക്കും. അത് നമ്മൾ പിന്നീട് ഒരിക്കലും മാറ്റില്ല. കാരണം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത മാറ്റമാണത്. ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാറ്റമാണത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും വിട്ടുപോവില്ല, അത് പെർമനൻ്റ് ആയിരിക്കും. ഓക്കെ, നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലേണിങ്ങിലൂടെ വരുന്ന ബിഹേവിയർ ചേഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി മെച്യൂർ ആവുന്നതിനനുസരിച്ച് വരുന്ന ഒരു ബിഹേവിയർ ചേഞ്ചിൽ നിന്നോ ഒക്കെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതിന് പ്രായമൊന്നുമില്ല. അത് നമുക്കറിയാലോ. ലൈഫ് ലോങ് നമ്മൾ ഓരോ എക്സ്പീരിയൻസിലൂടെ പുതിയ സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ നിന്നും നമ്മൾ പല പല കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനെ മെച്ചുറേഷനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചേഞ്ചസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനേക്കാളും കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് നല്ലതാണ് ലേണിങ്ങിലൂടെ കിട്ടുന്നത്, അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അതൊക്കെ ഡിഫറെൻ്റാണ്. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. അബ്സല്യൂട്ട്ലി റൈറ്റ്, അല്ലേ? നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, അതുപോലെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യും തോറും നമ്മുടെ ആ ഒരു ബിഹേവിയർ ചേഞ്ച് പെർമനൻ്റായിട്ട് നന്നായിട്ട് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലേണിങ്ങിൻ്റെ കൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാൻ വരുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് പ്രോസസ്സാണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മനസ്സിലായിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിനായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ്സോ അങ്ങനെ ഉണ്ടാവാമല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതെനിക്കൊരു സപ്പോർട്ടാവും, എൻകറേജ്മെൻ്റ് ആവും. അപ്പോൾ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് വരും. ടിൽ ദെൻ, ബൈ ഗൈസ്.